കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പണിയില്ലാതെ മടങ്ങി. പിന്നെ ചെക്കനെ റെസ്റ്റ് എടുത്ത് നമ്മൾ പണി തുടങ്ങാൻ വരും. അപ്പോൾ നമ്മൾ ടാങ്കും പരിസരമൊക്കെ ഒന്ന് നോക്കി, മധുരക്കിഴങ്ങ് നോക്കി, എല്ലാം നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട്. ഇന്നലെ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വെള്ളം മാറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മളെ 3 ഗോൾഡ് ഫിഷ് ചത്തിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയത്, എങ്ങനെ പറ്റിയതെന്നൊന്നും ഒരു പിടുത്തമല്ല. ഗോൾഡ് ഫിഷിനെ പിടിച്ച രീതി മാറിയിട്ടാണോ അതോ അറിയില്ല. എന്തായാലും നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റായി വരുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും സെറ്റാവട്ടെ. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഗപ്പീനിടാനാണ് വിചാരിക്കുന്നത്. നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് ടൈലായിട്ടുള്ള ഗപ്പികൾ, അതാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഓല് കുട്ടികളും മക്കളായിട്ട് ഫാമിലി ഫുള്ള് ഹാപ്പിയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് ടെൻഷനില്ല. ഇപ്പോൾ പ്രതീക്ഷിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിലൊരു ഹാപ്പിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതേമാതിരി ചെറിയ ചെറിയ വിഷമങ്ങൾക്ക് വരും. പക്ഷേ അതൊക്കെ തരണം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാഷന് പുറകെ പോകുമ്പോൾ കുറച്ചൊക്കെ ക്ഷമമാണല്ലോ, ക്ഷമയാണല്ലോ എല്ലാതും. പിന്നെ ഇവനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു റോഡ് സൈഡിൽ നിന്ന് ഇവനെ പറിച്ചു കൊടുന്ന് നട്ടതാണ്. പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ഈ പച്ച വരുന്നത് ഇന്നലെ കൊടുന്നതാണ്, ഇവരെ ഇന്നലെ കൊടുന്നതാണ്. ഇത് പിന്നെ നമ്മൾ റോട്ടിൽ പോയി വന്നപ്പോൾ തോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പേരിൽ പറിച്ചെടുത്താണ്. സെറ്റാവട്ടെ, വെള്ളമൊക്കെ ഇട്ട് നനച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മളെ കലാത്തിയേൻ്റെ കുട്ടികൾ ആരോഗ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കലാത്തിയേൻ്റെ തന്നെ ആവും. കറണ്ടില്ലാതെ മടങ്ങി പോകുന്ന വിപനെ ഞാനങ്ങ് പറിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏതായാലും സെറ്റാവട്ടെ. നമ്മളിതുവരെ കാര്യമായിട്ട് വളപ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അത്യാവശ്യത്തിന് പ്ലാന്റുകളിൽ നമ്മൾ വേറൊരു അക്വേറിയമാണ്. ഇത് പിന്നെ വാട്ടർ കേബേജും ആമ്പലിൻ്റെ തൈ കൂടി മിക്സ് ആയിട്ടുള്ള ടാങ്കാണ്. നമ്മൾ ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരട്ടെ, അത് പരിചരിക്കും കൂടി വേണമല്ലോ. അപ്പോഴല്ലേ നമ്മളെ എഫേർട്ടിനൊക്കെ കാര്യം വരുള്ളൂ. താഴത്തേക്ക് കുറച്ച് ആൾക്കാരെ ഇറക്കി വിടാണ്ട്. കുറച്ച് വാട്ടർ കേബേജും കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഒളിച്ചിക്കാനൊക്കെ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ വേണമല്ലോ. മൊത്തത്തിൽ നമ്മളെ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിങ്ങനെ മാത്രമാവില്ല, നമുക്ക് കുറേ പ്ലാനുകളുണ്ട്, ഒക്കെ നടക്കട്ടെ. അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.